വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. നിങ്ങൾ കാണുന്നുണ്ട് സ്റ്റൈലിഷായ സുൽഫത്തുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നമ്മൾ മെസ്സിലേക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. രാവിലെ തന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? ഓൾട്ടോട്ട് ഫുഡ് കഴിക്കണം. ഞാനും ഫുഡ് കഴിക്കണം. ഇവിടെ ഫുഡ് കഴിക്കണം. അതൊക്കെ ഫുഡ് കഴിക്കണം. ക്ലാസ് ഉണ്ട്. അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങാണ്. ഇവിടെ നല്ല തണുപ്പാണ് ഗൈസ്. മൂന്നാറ് പറയണ പോലെയല്ല, നല്ല തണുപ്പാണ്, നല്ല ക്ലൈമറ്റാണ്. ഇതാ നമ്മുടെ പ്രിൻസിയാണ് കേട്ടോ, എൻ്റെ വീഡിയോയിൽ കാണാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മളിങ്ങനെ നടക്കുക. മെസ്സി വണ്ടി എങ്ങനെ ഉണ്ട്? നേരത്തെ കാണിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോണേ. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. നമുക്ക് ഇപ്പോൾ തൽക്കാലം മാറ്റാൻ കിട്ടിയ റൂമാണ്. ആ എന്താ കഴിച്ചു ഈ സാധനങ്ങളൊക്കെ. ഫൈനലി നമ്മൾ ഇറങ്ങി, നമ്മൾ ലഗേജ് കിട്ടി ഇറങ്ങാണ്. വീണ്ടും ബസ്സിലേക്ക് പോവാണ്. ഇനി ഇവിടുന്ന് ട്രക്കിങ്ങിന് പോകണം. അപ്പോൾ അതിന് നടക്കുക. അവിടെ വെയിലാണ്, എനിക്ക് നന്നായിട്ട് കണ്ണൊന്നും തുറക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു സീൻ ഉണ്ടാവും ഈ വീഡിയോയിൽ. വെയിലെന്താ കണ്ണ് തുറക്കാൻ കഴിയാത്ത സുഖമുണ്ട്. നിങ്ങൾക്ക് ആയിക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. ഇതാണ് സുഹ ഗൈസ്. രണ്ടുപേര് ഫ്രണ്ടിലാ. അവിടെ അങ്കും കുട്ടിക്ക് ഇരിക്കാനുള്ള സ്ഥലം. അങ്ങനെ നമ്മൾ കേട്ടോ. ഇതാണ് ഒന്നുകൂടി അങ്ങനെ നമ്മൾ ഇവിടെ ട്രക്കിങ്ങിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. ടാസ്ക് എന്ന് പറഞ്ഞാൽ എമ്മ ടാസ്ക്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ട്രക്കിങ് ചെയ്യണം. അപ്പം പേടിച്ച് മരിച്ച് ഞാനുള്ളൂ. അതല്ല, ഇതില് മെല്ലെ വന്നത് കുട്ടി ഉണ്ടായോണ്ടാണ് പറഞ്ഞത്. നമ്മളങ്ങനെ നടക്കാണ്. നമ്മളിതാ വീണ്ടും നടക്കാണ്. അവിടെ നമ്മളെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ട്. അത് കയറും നമ്മള്. നമ്മൾ രണ്ട് ടീമായിട്ടാണ്. എല്ലാവരും ഉണ്ട് ഗൈസ്. ക്ലാസ്സിൽ മൊത്തം സ്റ്റുഡൻസ് ഉണ്ട്. ഇതാരാന്ന് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എൻ്റെ വീഡിയോസിൽ സുൽഫത്തിന് കുറേ ഫാൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്നെക്കാട്ടി കൂടുതൽ ഫാൻസ് സുൽഫത്തിനാണെന്നാണ് എൻ്റെത്. അങ്ങനെ നമ്മൾ കൂളിംഗ് ക്ലാസ്സിലേക്ക് മാറിക്കണം. സോ ഇവിടെ നല്ല നീളാണ്. ഇനി നീളം നോക്കട്ടെ, എല്ലാവരും കിട്ടണം. ഇനി നമ്മളിത് കയറാൻ പോവാം. ഇവിടെ ഒരു സാധനം ഉണ്ട്, അത് കയറാൻ പോവാം. ദിസ് ഇസ് ആമപ്പാറ.
ഇങ്ങനെ ചെരിഞ്ഞു പോരെ ഗൈസ്. ഇവിടെ നമ്മള് ഈ ഇതിനെന്താ പറയാ, ഒരു കുഴിയുണ്ട്, ശ്രദ്ധിക്കണേ. നമ്മള് നടക്കാണ്, എവിടൊക്കെ എത്തി ഗൈസ്. ചെരിഞ്ഞ് നടന്ന് നമുക്ക് നല്ല സുഖമായിട്ട് വരാം. അയ്യോ നോക്കട്ടോ, ഇതൊക്കെ ചെരിഞ്ഞു വാ അഫ്ര, ചെരിഞ്ഞു വാ ഗൈസ്. ഇവിടെ ടാസ്ക് ആണ് സംഭവം. ഇവിടുന്ന് വീഡിയോ എടുക്കാ പറഞ്ഞേ, അതിന്റെ ഉള്ളിൽ എടാ നമ്മൾ എന്തിന്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. ചേട്ടനല്ലേ രക്ഷിക്കാം. ഇവിടെ ഭയങ്കര വെയിൽ കിട്ടും, നമുക്കിത് നീട്ടാം. ആ കുട്ടിയുള്ള അവിടെ ഇവിടെ നിക്കാന്. അപ്പൊ ഇനിയുള്ള വീഡിയോസ് എടുക്കാനിലേക്ക് കൂടെ ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ് ഇനി പൊട്ടിട്ടോ. ഇനി നമ്മൾ ഇതിന്റെ പുറത്ത് പോയിട്ട് ഉള്ള വീഡിയോ നമ്മളിങ്ങനെ നടക്കാം. എടി പേടിയാ. അങ്ങനെ പോയിട്ട് അവിടെ മുത്രയിച്ചേ ആ വലിയ അമ്മനെ വീഡിയോ എടുക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് സാഹസികമൊക്കെ കഴിഞ്ഞ റെസ്റ്റ് എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തുക്കണം. ഇനി നമ്മൾ എൻ്റെ അമ്മ ഒന്ന് കിട്ടുമ്പോൾ എടുത്ത് എവറിബഡി ഇൻ മൈ ബ്ലോഗ്. ചെറിയ തവണ ഞാൻ മിണ്ടാത്തതാ. പിന്നെ കഴിക്കല്ലേ, വേണ്ട കഴിച്ചോ. ഇത് കയറുണ്ട് ഗൈസ്. അടുത്ത് നമ്മളിത് ഇവിടെ ഒരു സാധനം അടുത്ത് നമ്മൾ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച അവിടേക്ക് പോവാണ്. ഐ തിങ്ക് ദിസ് ഈസ് മോർ ബെറ്റർ അല്ലേ? ഗുഡ് ആൻഡ് ഡേഞ്ചറസ് എക്സ്പീരിയൻസ്. ഫസ്റ്റ് ടൈം വി നോക്കി ഇംഗ്ലീഷൊന്നും കിട്ടുന്നില്ല പറയാൻ. ഒരുപാട് സ്റ്റെപ്പുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ പറയുന്നില്ല. അതിന് അതൊരു ക്ഷീണാവണ്ട. ഇത് കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. നമ്മൾ ഫൈനലി ഇതിന്റെ മേലെത്തി. എടാ ആമാതടാ അവിടെ ശരിക്കും ഈ നമ്മൾ പറ്റു ഹൈറ്റിലുള്ള ഇവിടുത്തെ ആണോ. പിന്നെ എന്താ പറയാ, ഇവിടുന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ എത്ര ഹൈറ്റിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും പഞ്ചായത്ത് വിട്ട് ആദ്യമായിട്ട് പുറത്തുപോയ ഫീലാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു യാത്രയാണ്. സ്റ്റെപ്പൊക്കെ കയറി കൊയിനിക്കണം. അങ്ങനെ നമ്മൾ ആമപ്പാറ അല്ലേ, ആമപ്പാറത്തെ വിശേഷങ്ങൾ കഴിഞ്ഞ് അവിടുന്ന് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതാ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഞാനും സിഫ് തന്നെ ട്വിൻസിനെ പോലാണ്. കണ്ടോ, കണ്ണോട്ടമാരെ പോലെ അങ്ങനെ ട്രോളാൻ ഒരു പട്ടികളെ ആവശ്യമില്ല. അപ്പം ഈ ടൂർ വ്ലോഗ് നല്ല ലോങ് വീഡിയോ തന്നെ ഇട്ടും. നമ്മൾ ഇങ്ങനെ നടക്കാണ്. ബാക്കിൽ കുറേ ക്രൗഡ് ഉണ്ട്. ഇവിടുന്ന് എനിക്ക് ഇവിടെ ഫേമസ് ആണെന്ന് തോന്നുന്നുണ്ടല്ലേ, എല്ലാം കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇതവിടെ കുറേ 10ാം ക്ലാസ്സിൽ നിന്ന് ടൂർ എന്ന ബഡായി ഇങ്ങനെ പൊരിഞ്ഞുണ്ട്, മൂത്രമൊഴിച്ച കഥ ഉണ്ട്. പിന്നെ നമ്മൾ അറിയാതെ ചില വീഡിയോ ഇതിലിടും. ഇതറിയാതെ മലയിലേക്ക് എന്നാ പോണത്, പേരൊന്നും അറിയില്ല. ജീപ്പിൽ കയറിക്കണ്. യെസ്, ബാക്ക് ടു ജീപ്പ്. യെസ്, കരിഞ്ഞുണങ്ങി കരിഞ്ഞ്. പക്ഷെ വെയിലുള്ള അറിയണില്ല. ബിക്കോസ് അനക അവിടെ നമ്മളെ ഫറാനെയും കുട്ടീനും വെയിറ്റിംഗിലാണ്. പിന്നെ അതാണ് നമ്മുടെ ഡ്രൈവിന് അല്ല ഡ്രൈവിന് ചോറിന് നന്ദി കാണിക്കുക. എന്നാലും 100 രൂപ ഇത് നല്ല വിക്കാട്ടോ. സ്റ്റോറിടാ നമുക്ക് വീട്ടിൽ പോയിട്ടല്ല റിസോർട്ട് പോയിട്ട് ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം നമ്മളെ അവസാനത്തെ ഡിഗ്രി ലാസ്റ്റ് ഇയർ ഞങ്ങൾ പിന്നെ ഞങ്ങൾ പിരിയില്ല. നമ്മൾ മന്ത്ലി 1 ടൈം മീറ്റ് ചെയ്യും. പിന്നെ ഗൈസ് ഞങ്ങൾ മുന്നോട്ടുള്ള കോഴ്സും ഒരുമിച്ച് ഇനി അങ്ങനെ നമ്മൾ ഇനിയിപ്പോ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഡെസ്റ്റിനേഷൻ, സുൽഫത്തിന്റെ ഭാഷയിൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയും.
ഫുള്ള് വെയിലാണ്, പക്ഷെ കുഴപ്പമില്ല. ഈ വഴിയിലൂടെ നമ്മൾ പോണത്. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ വ്ളോഗിന് ചിലപ്പോൾ ഒരു ഹാഫ് അവറിന് മുകളിൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. നല്ല സൂപ്പർബായിട്ടുണ്ട് കാണാനും. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ട്രിപ്പ് പോയല്ലേ എമി? ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രക്കിങ്ങിന് ശേഷം ആണോ? ആ ശരിയല്ലേ, ആ അവിടെയാണ്. ട്രക്കിങ്ങിൻ്റെ ശേഷം നമ്മൾ അടുത്തതായി പോകുന്ന ഫുഡ് കഴിക്കാനാണ്. എവറിബഡി ഗംഭീര ഫുഡാണ്. നമ്മൾ കഴിച്ചിട്ട് അറിയാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. നമ്മളൊക്കെ ബ്ലോഗിലിട്ടോ, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ ഒരിക്കലുമില്ല മിസ്സേ. ട്രെക്കിങ് നടക്കലല്ല, ജീപ്പ് മറിഞ്ഞില്ലാന്നോളൂ. പാറമക്കൂട മിസ്സേ, വലിയ പാറമക്കൂട. ഗൈസ്, നമ്മളോട് പ്രിൻസിപ്പൾ ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ, അതിന്റെ പേരെന്തേനു? ട്രക്കിങ്. നല്ല രസമാണ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. നമ്മൾ പോവാണ് ഗൈസ്, നമ്മൾ അടുത്ത സ്ഥലത്ത്. അതാ അമ്മാരി ചൂടല്ലേ. അടുത്തതായിട്ട് നമ്മൾ വന്നത് ഇവിടെ മുന്തിരിത്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞാണ്. അപ്പം നമ്മളത് കാണാൻ വേണ്ടി വന്നാണ്. വെയിലോണ്ടാ ഗൈസ്, ഞാൻ ഗ്ലാസ് വെച്ചൊന്നും നേരക്ക് കാണാൻ കഴിയില്ല. സോ എനിക്ക് ഓർക്ക് കിട്ടീണ് കുറച്ച്. നല്ല പൊട്ട വെയിലത്തെ ഗൈസ് നമ്മൾ മുന്നിൽ എന്താണ് തോപ്പ് കാണാൻ വന്നത്. നമ്മള് ഫൈനലി മുന്തിരിത്തോപ്പ് കാണുന്നുണ്ട് ഗൈസ്. നിങ്ങൾ നോക്കൂ, വാ നല്ല ഹരമുണ്ട് കാണാൻ കേട്ടോ. ഫസ്റ്റായിട്ട് ഗൈസ് ഇങ്ങനെയൊക്കെ കാണുന്നത് കണ്ടിട്ട് അയ്യോ അനകന വന്നിട്ട് സൂം ചെയ്തപ്പോൾ എൻ്റെ ഡ്രസ്സ് മാത്രം ഇതിൽ ഗൈസ് ഇങ്ങോട്ട് നോക്ക് ഗൈസ്. എത്ര മനോഹരമാണ് ഭൂമിയിലെ ഈ കാഴ്ചകൾ. പക്ഷെ മുന്തിരിയൊന്നും വലിയ ഭംഗിയില്ലാത്ത പോലെ. എത്രയാണ്? തൊപ്പിലൂടെ നടക്കുന്ന ഷെഫീനെയാണ് ഗൈസ്. നോക്ക് തലയ്ക്ക് മുകളിൽ ഇങ്ങനെ മനസ്സിലായി വെറുതെ ഗായ്സ്. അപ്പോൾ ഇനി ഇതൊക്കെ പാട്ട് മത്സരമാണ്. ഇത് പാടാണ്, നമുക്ക് എടുക്കാൻ പറ്റില്ല. അതാണ്
അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ മുന്തിരിത്തോട്ടത്തൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇനി പോൾ ടൈമാണ്. നമ്മുടെ വില്ല ഇതാണ് കേട്ടോ ഗൈസ്. ഇത് നമ്മളെ ക്യൂട്ട് വില്ല ഇതാണ്. ഇത് ഫിദയും അന്നത്തും സുഹൈബും ഉള്ളത്, പിന്നെ ബാക്കി നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളതാണ്. അതാ കൂട്ടണൊക്കെ തിരക്കിലാണ്. ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മള് സ്വിമ്മിങ് പൂളിന്റെ എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോ അവിടെ എന്തോ കാണാൻ പോവാണ്. നമ്മൾ കോട മാറ്റില്ലേ കുട്ടിക്ക്. ഇതിലൊക്കെ തലട്ടൊക്കെ കാണുക. നമ്മളെ പേരിലാണ് മൈ യൂട്യൂബ് ചാനൽ. പൂളില് കളിച്ച് തണുത്ത് വറക്കണം. നല്ല വൈബ് ടൂറാണ് ഗൈസ്. നാളെയും കൂടെ ഉണ്ട് നമ്മള്. എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. കുളിച്ചിട്ടുള്ളൂ ഗൈസ്, വേറെ ഒന്നുമില്ല. നാച്ചുറൽ ലുക്കാണ്. ഇത്തിരി ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ട് പോകും. ഒരാളെ ബർത്ത്ഡേ ഫൈനലി നമ്മൾ DJ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ സെറ്റ് ആട്ടോ. ഫുള്ള് വൈബാണ്. അവിടെ ഗൈസ്, ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഡേ 1 അങ്ങനെ ഫിനിഷ് ആവാണ്. അപ്പം ഇന്ന് നമ്മൾ ഭയങ്കര കുറേ സ്ഥലം എക്സ്പ്ലോർ ചെയ്തിട്ട് അപ്പം ഫുൾ ടയേർഡായി. അപ്പം നമ്മൾ 3 പേര് ഒരു റൂമിലാണ്, ബാക്കി 3 പേര് അപ്പുറത്തെ റൂമിലുണ്ട്. കാണുന്നുണ്ടോന്ന് അറിയില്ല ഗൈസ്, കണ്ടോ? അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.